10ാം ക്ലാസ് ഫിസിക്സിലെ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് അസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ടേക്കിംഗ് പ്ലേസ് വെൻ ദ ലൈറ്റ് റേസ് പാസസ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ടു ഫോം റെയിൻബോ. ഒന്നുമില്ല, റെയിൻബോ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ നടക്കുന്ന ഫിനോമിനാസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പഠിച്ചാണ്, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന് റിഫ്രാക്ഷനും അതേപോലെ തന്നെ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കും. ഓക്കെ, സോ നോക്കാം ഇവിടുത്തെ ഓപ്ഷൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്. ഓപ്ഷൻ സി, റിഫ്രാക്ഷൻ ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലേ? നമുക്കറിയാം രണ്ടും നടക്കുന്നുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, റിഫ്രാക്ഷൻ ആൻഡ് ബോത്ത് ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് കളർ ക്യാൻ പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്? അപ്പോൾ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെയർ ഓഫ് കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയ റെഡ്, ഗ്രീന് പ്ലസ് ബ്ലൂ, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വൈറ്റ് കിട്ടുക. സോ ഇവിടെ ആ കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മജന്ത പ്ലസ് ബ്ലൂ ആണ്. അപ്പോൾ മജന്ത എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കളറാണ്. സോ മജന്തയ്ക്കകത്ത് റെഡ് പ്ലസ് ബ്ലൂ ആണ്. ദെൻ അഗെയിൻ ബ്ലൂ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പ്രൈമറി കളേഴ്സ് ആരൊക്കെയുള്ളൂ? റെഡും ബ്ലൂ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടില്ല? വൈറ്റ് ലൈറ്റ് കിട്ടുന്നില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ യെല്ലോ ആൻഡ് ഗ്രീൻ. യെല്ലോ എന്ന് പറയുന്ന സെക്കൻഡറി കളറിൽ ആരൊക്കെയുണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. ദെൻ പ്ലസ് അഗെയിൻ ഗ്രീൻ. അപ്പോൾ ഇവിടെയും നമ്മുടെ പ്രൈമറി കളേഴ്സ് ആരൊക്കെയാണ്? റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അവിടെ എന്തില്ല? വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. തേർഡ് ഓപ്ഷൻ റെഡ് ആൻഡ് ഗ്രീൻ. റെഡും ഗ്രീനും രണ്ട് പ്രൈമറി കളേഴ്സേ ഉള്ളൂ. മൂന്നാമത്തെ പ്രൈമറി കളർ മിസ്സിംഗ് ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. നാലാമത്തെ ഓപ്ഷൻ മജന്ത ആൻഡ് ഗ്രീൻ ആണ്. നമുക്കറിയാം മജന്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് റെഡും ബ്ലൂവുമാണ്. ഓക്കെ, ദെൻ ഗ്രീൻ. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ പ്രൈമറി കളേഴ്സ് ആണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, when the ray of light, white light, enters obliquely and passes through a prism. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് ഒബ്ലിക്കലി പോയി കഴിഞ്ഞാൽ, ചെരിഞ്ഞു പോയാൽ അവിടെ എന്തെല്ലാം ഫിനോമിനാസ് ആണ് നടക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പഠിച്ചാണ് ഒരു പ്രിസം. ഈ പ്രിസത്തിലൂടെ നമ്മളൊരു വൈറ്റ് ലൈറ്റിനെ ഒബ്ലിക്കലി ചെരിച്ച് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിനാദ്യം ഒരു റിഫ്രാക്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ആ ലൈറ്റ് എന്ത് ചെയ്യും? ഡിസ്പേർഷൻ സംഭവിക്കും, അല്ലേ? അതായത് നമ്മുടെ ഇതുപോലെ വിബ്ജിയോർ ആയിട്ട് മാറും, അല്ലേ? സോ ഏതൊക്കെ ഫിനോമിനാസ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ നടക്കില്ല എന്നാണ് പറഞ്ഞത്. സോ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? യെസ്, അബ്സല്യൂട്ട്ലി റിഫ്രാക്ഷൻ നടക്കും. നമുക്കറിയാം ലൈറ്റ് നമ്മുടെ പ്രിസത്തിലേക്ക് പോകുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർഗോസ് ഡിസ്പേർഷൻ നടക്കുന്നു, അല്ലേ? അതെ, ഡിസ്പേഴ്സ്ഡ് ആവുന്നുണ്ട്. ലൈറ്റ് ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് നമുക്ക് വിബ്ജിയോർ കിട്ടുന്നത്. തേർഡ് ഓപ്ഷൻ അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ. ഡിസ്പേർഷനും ഡീവിയേഷനും നടക്കുന്നുണ്ട്, റൈറ്റ് അല്ലേ? യെസ്, അതായത് ലൈറ്റ് നമ്മുടെ പ്രിസത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേഷൻ ഉണ്ട്, ദെൻ ഡിസ്പേഴ്സ്ഡ് ആവുന്നുണ്ട്. ക്ലിയർ ആയോ? ദെൻ നാലാമത്തെ ഓപ്ഷൻ നോട്ട് സബ്ജക്റ്റ് ടു എനി ഓഫ് ദിസ്. ഈ മുകളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് റോങ്. സോ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? അണ്ടർഗോസ് ഡിസ്പേർഷൻ, ദെൻ അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 3ഉം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അപ്രോപ്രിയേറ്റ്ലി. ഒന്നുമില്ല, നമ്മുടെ സയൻ കളറിനോട് കൂടി ഏത് കളർ ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക? നിങ്ങൾ മനസ്സിലാക്കുക, സയൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറുമായി ചേർന്നാൽ വൈറ്റ് ലൈറ്റ് കിട്ടും. നമുക്കറിയാം സയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഗ്രീനും ബ്ലൂവുമാണ്. അപ്പോൾ ഗ്രീനും ബ്ലൂവും ആണെങ്കിൽ അതിലില്ലാത്ത കളർ ഏതായിരിക്കും മക്കളെ? റെഡ് ആണ്. സോ അതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി കളറായ റെഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ വൈറ്റ് ലൈറ്റ് കിട്ടും. രണ്ടാമത്തേത് ബ്ലൂ കളറിനോട് കൂടി ഏത് കളർ ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക? നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലൂവിനോട് കൂടി ഏത് സെക്കൻഡറി കളർ ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്? അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ബാക്കി രണ്ട് കളേഴ്സ് റെഡും ഗ്രീനും.
അപ്പോൾ റെഡും ഗ്രീനും കൂടെ ചേർന്നാൽ നമുക്കറിയാം യെല്ലോ. അപ്പോൾ യെല്ലോയുമായി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. തേർഡ് വൺ, മജന്ത ആൻഡ് ഗ്രീൻ. മജന്തയും ഗ്രീനും. മജന്ത എന്ന് പറയുന്നത് റെഡ് പ്ലസ് ബ്ലൂ ആണ്. അതിനോടുകൂടി ഗ്രീൻ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഏതെല്ലാം പ്രൈമറി കളേഴ്സ് ആണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ അല്ലേ? അപ്പോൾ മൂന്നും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. ഓക്കെ. നാലാമത്തെ ഓപ്ഷൻ മജന്ത, സയാൻ, യെല്ലോ. അപ്പോൾ മജന്ത, സയാൻ, യെല്ലോ. മജന്തക്കകത്ത് ആരൊക്കെയാണ് മക്കളെ? റെഡ് പ്ലസ് ബ്ലൂ. സയൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലസ് ബ്ലൂ. യെല്ലോ എന്ന് പറയുമ്പോൾ റെഡ് പ്ലസ് ഗ്രീൻ. അപ്പോൾ നോക്കിയാൽ ഇവിടെ എല്ലാ പ്രൈമറി കളേഴ്സും ഉണ്ട് അല്ലേ? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. സോ ഇത് മൂന്നും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് അല്ലേ? വൈറ്റ്. ഓക്കെ. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ദ സ്കാറ്ററിംഗ് ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്നവയ്ക്ക് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ തരാനാണ്. ഒന്നാമത്തേത്, റെഡ് ലൈറ്റ് യൂസ്ഡ് ഫോർ എമർജൻസി ലാംപ്സ്. നമുക്കറിയാം നമ്മുടെ എമർജൻസി ലാമ്പുകളെല്ലാം അതല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ ലൈറ്റുകളും എമർജൻസി ലാമ്പുകളെല്ലാം തന്നെ റെഡ് ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ചതാണ്. റെഡ് ഹാസ് ഗ്രേറ്റർ വേവ് ലെങ്ത് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ് ഹാസ് ഗ്രേറ്റർ വേവ് ലെങ്ത് ആൻഡ് അണ്ടർഗോസ് ലെസ് ഡീവിയേഷൻ. സോ ഇറ്റ് ക്യാൻ ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഇവയ്ക്ക് ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ദ സ്കൈ ഓഫ് മൂൺ അപ്പിയേഴ്സ് ഡാർക്ക് ഈവൻ ഡ്യൂറിങ് ദ ഡേ. അതായത് നമ്മുടെ മൂണിൽ നമ്മൾ സ്കൈ നോക്കുന്ന സമയത്ത് സ്കൈ ഓഫ് ദ മൂൺ എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ദർ ഈസ് നോ അറ്റ്മോസ്ഫിയർ. ദർ ഈസ് നോ അറ്റ്മോസ്ഫിയർ ഇൻ ദ സ്കൈ ഓഫ് മൂൺ. അപ്പോൾ മൂണിൽ എന്തില്ല? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് തന്നെ ദ സൺലൈറ്റ് ഡസൻറ്റ് അണ്ടർഗോ സ്കാറ്ററിങ്. അപ്പോൾ അവിടെ സ്കാറ്ററിങ് നടക്കുന്നില്ല. സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ദ സ്കൈ അപ്പിയേഴ്സ് ഡാർക്ക്. അപ്പോൾ ലൈറ്റ് സ്കാറ്റേർഡ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിന് എന്തായിട്ട് കാണും? ഡാർക്കായിട്ട് കാണും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ദർ ഈസ് നോ അറ്റ്മോസ്ഫിയർ, സോ ഡസൻറ്റ് അണ്ടർഗോ സ്കാറ്ററിങ്. ക്ലിയർ ആണല്ലോ മക്കളെ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡീപ് സീ അപ്പിയേഴ്സ് ബ്ലൂ. അതായത് നമ്മുടെ കടലെല്ലാം നീല നിറത്തിൽ കാണാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആകാശം നീല നിറത്തിൽ കാണാനുള്ള റീസൺ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും മനസ്സിലാക്കുക, നമ്മുടെ സൺലൈറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് വെൻ ഇറ്റ് കൊളൈഡ് വിത്ത് വാട്ടർ മോളിക്യൂൾസ്. നമ്മുടെ വാട്ടർ മോളിക്യൂൾസുമായിട്ട് സൺലൈറ്റ് തട്ടി അത് സ്കാറ്റേർഡ് ആവും. അതായത് നമ്മുടെ വേവ് ലെങ്ത് കുറഞ്ഞ റെഡ്, ബ്ലൂ, വയലറ്റ് ഹാവിങ് ഷോർട്ടർ വേവ് ലെങ്ത്, സോ scattered more and spread in the water. So that is why it shows blue in color. Okay. So ആറാമത്തെ question, മക്കളെ, complete the path of the light falling on the glass prism. അപ്പോൾ ഗ്ലാസ് പ്രിസത്തിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷേ ഇത് നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് പ്രിസമാണ്. ഗ്ലാസ് പ്രിസം എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇമേജ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഒന്നുമില്ല മക്കളെ, ശ്രദ്ധിച്ചോ, നമ്മൾ പഠിച്ച അതേ പ്രകാരം തന്നെയാണ് എക്സാമിന് വരും. സോ ലൈറ്റ് എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ ഗ്ലാസ് പ്രിസത്തിലേക്ക് ചരിഞ്ഞു വരുന്നു. അവിടെ നോർമൽ ഉണ്ട്. നമുക്കറിയാം എങ്ങോട്ടായിരിക്കും ഇത് ഡീവിയേറ്റ് ചെയ്യുക? ലൈറ്റ് ഡീവിയേഷൻ സംഭവിക്കുക എപ്പോഴും നമ്മുടെ പ്രിസത്തിൻ്റെ ബേസ് ഭാഗത്തേക്കാണ് അല്ലേ? ഇതിൻ്റെ ബേസ് എവിടെയാണ്? മുകളിലാണ് ബേസ് കാണുന്നത്. സോ ആ ഭാഗത്തേക്കായിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുക? ഡീവിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുക. ഇനി പുറത്തേക്ക് വരുമ്പോഴോ? പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഡീവിയേഷൻ നടക്കും. വീണ്ടും അതിൻ്റെ ബേസിലേക്കായിരിക്കും എന്തെന്നത്? ഡീവിയേഷൻ സംഭവിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു പ്രിസം ഇൻവേർട്ടഡ് ആയിട്ട് തന്നാലും എങ്ങോട്ടായിരിക്കും ഡീവിയേഷൻ ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ബേസിലേക്കായിരിക്കും ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റേഡിയേഷൻസ് ദാറ്റ് ആർ സീൻ on either side visible in the electromagnetic spectrum. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ ഐദർ സൈഡ്, അതായത് രണ്ട് ഭാഗത്തും കാണപ്പെടുന്ന, അതായത് ലെഫ്റ്റിലും റൈറ്റിലും കാണപ്പെടുന്ന റേഡിയേഷൻസ് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ഷോർട്ടർ വേവ് ലെങ്ത് ആരാണ്? അതിൻ്റെ യൂസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന എല്ലാ
അവിടെ ഒന്ന് നോട്ട് ചെയ്യാം, ഷോർട്ട് ഫോമിൽ എഴുതാം. ആദ്യം വരുന്നത് നമുക്കറിയാം ഗാമ, എക്സ്റേ, then ultraviolet, then visible light, infrared, then radio waves. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ ഇവിടെ നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ഈ വി ആണ്. ഈ വിസിബിൾ ലൈറ്റിന് ഐദർ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന റേഡിയേഷൻസ് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആരൊക്കെയാണ് ലെഫ്റ്റിൽ വരുന്നത് ആരാ? അൾട്രാ വയലറ്റ്. റൈറ്റിൽ വരുന്ന ആരാ? ഇൻഫ്രാറെഡ്. അപ്പോൾ ആൻസർ ഇസ് ഒന്ന് അൾട്രാ വയലറ്റും, രണ്ട് റൈറ്റിൽ വരുന്ന ആരാണ്? ഇൻഫ്രാ റെഡ്. മനസ്സിലായല്ലോ? സോ ദെൻ അവിടെ ചോദിച്ചിരിക്കുന്നത് ദ റേഡിയേഷൻ ഹാവിങ് ഷോർട്ടർ വേവ് ലെങ്ത്. അവിടെ ഷോർട്ടർ വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിൻ്റെ അടുത്ത് വരുന്ന ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആരാണ്? അപ്പോൾ വിസിബിൾ ലൈറ്റിനേക്കാൾ ഷോർട്ടർ വേവ് ലെങ്ത് ആർക്കാണ്? ഈ പറയുന്ന അൾട്രാ വയലറ്റിനാണ്. ഈ ഒരു ഓർഡർ, ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഓർഡർ ഏതാണ്? ഈ ഒരു ഓർഡർ ഇൻക്രീസിങ് ഓർഡറാണ്. വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും വേവ് ലെങ്ത് കുറവുള്ളത് ഗാമയ്ക്കാണ്, അത് കഴിഞ്ഞ് അല്പം കൂടുതലാണ് എക്സ്റേ, ദെൻ അൾട്രാ വയലറ്റ്, ദെൻ ഏറ്റവും റേഡിയോ വേവ്സിനാണ് ഏറ്റവും വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. ഓക്കെ, സോ ഇവിടെ അൾട്രാ വയലറ്റിൻ്റെ ഒരു യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അൾട്രാ വയലറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോർ ഹെൽപ്പിംഗ് പ്രൊഡ്യൂസിങ് വൈറ്റമിൻ ഡി അല്ലേ. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അൾട്രാ വയലറ്റ്. ഓക്കെ, സോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് ഹൈപ്പർ മെട്രോപ്പിയ ഈസ് 40 സെൻറ്റിമീറ്റർ. ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാളുടെ നിയർ പോയിന്റ് 40 സെൻറ്റിമീറ്റർ ആണ്. സോ ക്യാൻ ദിസ് പേഴ്സൺ റീഡ് ദ ലെറ്റേഴ്സ് ഇൻ എ ബുക്ക് ഹെൽഡ് 25 സെൻറ്റിമീറ്റർ അവേ. 25 സെൻറ്റിമീറ്റർ അവേ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്താ മക്കളെ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള കേസ്? ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് ലോങ്ങിലുള്ളത് കാണാൻ കഴിയും, എന്നാൽ നിയർ ഒബ്ജക്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഹൈപ്പർ മെട്രോപ്പിയ. അപ്പോൾ നിയർ ഒബ്ജക്റ്റിനെ അയാൾക്ക് കാണാൻ കഴിയില്ല. അയാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരിക്കലും 25 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തുവിനെ വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ആൻസർ ഇസ് നോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ ദിസ് പേഴ്സൺ സീൻ ആൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഉള്ള ഒബ്ജക്റ്റിനെ അയാൾക്ക് കാണാൻ കഴിയുമോ? യെസ്, കാരണം ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് ലോങ്ങർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ദ ആൻസർ ഇസ് യെസ്, ഇൻഫിനിറ്റി ഉള്ള ഒബ്ജക്റ്റിനെ അയാൾക്ക് കാണാൻ കഴിയും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ സീ ദിസ് ഡിഫക്റ്റ് ഓഫ് ദിസ്, ഹൗ ക്യാൻ സോൾവ് ദിസ് ഡിഫക്റ്റ്. ഓക്കെ, ഡിഫക്റ്റ് എങ്ങനെ സോൾവ് ചെയ്യാം മക്കളെ? ഹൈപ്പർ മെട്രോപ്പിയ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, യൂസ് എ സ്യൂട്ടബിൾ കോൺവെക്സ് ലെൻസ്. ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ ഇസ് കളർലെസ് ബട്ട് ഇറ്റ് ഈസ് അപ്പിയേഴ്സ് ഇൻ വൈറ്റ് ഇൻ വാട്ടർഫാൾസ്. അല്ലേ, നമുക്കറിയാം വാട്ടർ കളർലെസ് ആണ്, പക്ഷേ നമ്മൾ വാട്ടർഫാൾസിൽ സമയത്ത് അത് വൈറ്റ് ആയിട്ടാണ് കാണുക. അല്ലെ, വാട്ടർഫാൾസിലേക്ക് നോക്കുമ്പോൾ വൈറ്റ് ആയിട്ടാണ് കാണാറ്. അതിൻ്റെ കാരണം, സോ മക്കളെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്തുകൊണ്ടാണ്? ഇറ്റ് അപ്പിയേഴ്സ് വൈറ്റ് ബിക്കോസ് ദ വാട്ടർ ബ്രേക്സ് ഇൻ ടു മെനി ടൈനി ഡ്രോപ്ലെറ്റ്സ്. മനസ്സിലായോ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്തായിട്ട് മാറും? വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. ആൻഡ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദ ടൈനി ഡ്രോപ്ലെറ്റ്സ്, ലൈറ്റ് ഗെറ്റ് സ്കാറ്റേർഡ്. ലൈറ്റ് സ്കാറ്റർ ആയിട്ട് പോവും. ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ആർ ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതൽ സൈസ് നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അവ ഇറ്റ് സ്കാറ്ററിങ് ഈസ് സെയിം ഫോർ ഓൾ കളേഴ്സ്. എല്ലാ കളേഴ്സിനെയും അത് എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ സീൻ ഇൻ വൈറ്റ്, വെളുത്ത നിറത്തിൽ കാണുന്നത്. ഓക്കെ,